വാർത്തകളിലേക്ക് വിശദമായി. കെഎസ്ആർടിസിയിൽ വൻ ക്രമക്കേട് നടക്കുന്നതായി MD ബിജു പ്രഭാകറിന്റെ വെളിപ്പെടുത്തൽ. ഒരു വിഭാഗം ജീവനക്കാർ ഡീസൽ വെട്ടിപ്പും ടിക്കറ്റ് വെട്ടിപ്പും നടത്തുന്നു. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീകുമാറിനെതിരെ നടപടിയെടുക്കും. ജീവനക്കാരുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറച്ച് 10,000-ൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും MD വ്യക്തമാക്കി. കെഎസ്ആർടിസി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു തുടങ്ങിയ ബിജു പ്രഭാകർ ഒരു വിഭാഗം ജീവനക്കാർക്കെതിരെയും ട്രേഡ് യൂണിയനുകൾക്കെതിരെയും ആഞ്ഞടിച്ചു. എനിക്കൊരു രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയത്, മഹാവോയേജിന്റെ ഡ്രൈവർമാര് AC ഇട്ടിട്ടാണ് വണ്ടി മൊത്തത്തിൽ കിടന്നുറങ്ങുന്നത്. ഈ വർക്ക്ഷോപ്പിൽ പോകുന്ന എന്തിനാ വണ്ടി? ഡീസൽ ഊറ്റാൻ. എല്ലാ ട്രിപ്പിൽ നിന്ന് ഒരു 5 ലിറ്റർ ഡീസൽ ചോദിച്ചു കഴിഞ്ഞാൽ 5 രൂപ ബാംഗ്ലൂർ എത്തിക്കുന്നതിന്റെ ചെലവായില്ലേ? എവിടെ മെക്കാനിസം? ഡീസൽ പിൽഫറേജ്. കെഎസ്ആർടിസിയിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായും ബിജു പ്രഭാകർ വെളിപ്പെടുത്തി. ക്രമക്കേട് നടക്കുമ്പോൾ അക്കൗണ്ട്സ് മാനേജറും നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീകുമാറിനെതിരെ നടപടിയെടുക്കും. മറ്റൊരു ഡയറക്ടറായ ഷറഫിനെതിരെയും നടപടിയുണ്ടാകും. 2 വിഭാഗം ആൾക്കാരെ നിർബന്ധിതമായിട്ട് പിരിച്ചുവിടും. ഒന്ന്, ഇവിടുത്തെ ടോപ്പ് മാനേജ്മെന്റിനെ ഏതാണ്ട് അടുത്ത 3 കൊല്ലം കൊണ്ട് ഏതാണ്ട് മിക്കവാറും ഉള്ളവരെല്ലാം പിരിച്ചുവിടും. അതിന്റെ തുടക്കം കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റുകളിൽ അക്കൗണ്ട്സ് മാനേജർമാരില്ലാത്തത് ലോക്കൽ പർച്ചേസിലെ തട്ടിപ്പിന് ഇടയാക്കുന്നുണ്ടെന്നും അതിനാൽ യൂണിറ്റുകളിൽ ആഭ്യന്തര ഓഡിറ്റ് നടത്തുമെന്നും MD. ആരും പിരിച്ചുവിടത്തില്ലെന്നുള്ളത് നയം തന്നെയാണ്. എനിക്ക് ജോലി പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോലി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എത്രത്തോളം പട്ടിണിയാവും എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആരും പിരിച്ചുവിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ആളുകളെ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് കെഎസ്ആർടിസിയുടെ സ്ഥലം വിൽക്കാനും പാട്ടത്തിന് നൽകാനും നടപടിയെടുക്കും. ഇതിന്റെ ഭാഗമായി 60 സെന്റ് സ്ഥലം കിഫ്ബിക്ക് നൽകും. കെഎസ്ആർടിസിയിൽ K-Swift സമ്പ്രദായം എന്തു വില കൊടുത്തു നടപ്പിലാക്കും. ഇതിനെതിരെ നിലകൊള്ളുന്നവരെ പുറത്താക്കുമെന്നും ബിജു പ്രഭാകർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം കെഎസ്ആർടിസി MD ബിജു പ്രഭാകറിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത്. തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് ഓഫീസ് INTUC പ്രവർത്തകർ ഉപരോധിച്ചു. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തി വിമർശിക്കുന്നതിന് പകരം കുറ്റക്കാരെ പിടികൂടാനാണ് MD ശ്രമിക്കേണ്ടതെന്ന് INTUC BMS നേതാക്കൾ പറഞ്ഞു. ജീവനക്കാരെ പിരിച്ചുവിട്ടാൽ പ്രതിഷേധിക്കുമെന്നായിരുന്നു CITUവിന്റെ പ്രതികരണം. ഞങ്ങൾ പറയുന്നത്, എവിടെയെങ്കിലും തട്ടിപ്പ് നടക്കുന്നെങ്കിൽ, ആരെങ്കിലും തൊഴിലാളികൾക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ മാതൃകാപരമായി അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കും. അതല്ലാതെ ഒരു സ്ഥാപനത്തിലെ മേധാവി ഇങ്ങനെ പുറപ്പുറത്ത് കയറി എന്ന് എൻ്റെ വീട്ടിൽ മുഴുവൻ കുഴപ്പക്കാരാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നു എന്നൊരു വീട്ടിലെ നായകൻ വെളിയിലിറങ്ങി എന്ന് പറയില്ല. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, കെഎസ്ആർടിസിയിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചായിരുന്നു MD പറഞ്ഞത്. അത് ഒരു വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. ഇപ്പോൾ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത് എന്ത് പറഞ്ഞാണ്? എന്താണ് അവരുടെ ആവശ്യം? ഇത് സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ ഈ പ്രതിഷേധമുണ്ടോ? MD ബിജു പ്രഭാകറിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ ശക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം INTUCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ഈ ബിജു പ്രഭാകർ തന്റെ നിലപാട്, അതായത് തന്റെ വെളിപ്പെടുത്തൽ തെറ്റ് തിരുത്തണമെന്നുള്ള കാര്യമാണ്. അത് തിരുത്തുന്നത് വരെ പ്രതിഷേധം ശക്തമായി തുടരുമെന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അവരോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നിങ്ങൾ മുന്നോട്ട് വരാൻ കാരണമെന്നാണ്? എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണം എന്നാണ്? കെഎസ്ആർടിസിയുടെ മേധാവി, ഞങ്ങളുടെ CMD ബഹുമാന്യനായ ശ്രീ ബിജു പ്രഭാകർ IAS ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങളെയെല്ലാം ജീവനക്കാരെയെല്ലാം കള്ളന്മാരാക്കിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെല്ലാം കള്ളന്മാരാണെന്നും ഇവിടെ മോഷ്ടാക്കളാണ് മുഴുവനെന്ന ധ്വനിയിൽ അദ്ദേഹം പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളിടയിൽ ആരെങ്കിലും, തൊഴിലാളികളുടെ ഇടയിൽ ആരെങ്കിലും അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാതൃകയായ രീതിയിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഞങ്ങൾ അതിനൊന്നും യൂണിയൻ എന്ന നിലയിൽ എതിരല്ല. പക്ഷേ ഞങ്ങളെ മുഴുവൻ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ കള്ളന്മാരെന്ന് വിളിച്ച് അപമാനിച്ചത്, അതും പ്രത്യേകിച്ച് ഒരു IAS ഓഫീസർ, അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു മേധാവി എന്ന നിലയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്, അദ്ദേഹത്തോട് പ്രതിഷേധമുണ്ട്.
അത് പിൻവലിക്കണം. ഇതാണ് ഒരു കാര്യം. പ്രഭാകരനെതിരെയുള്ള നടപടിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതോ അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തണമെന്നുള്ളത്? അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ്, തൊഴിലാളികളെ കുറിച്ച് നടത്തിയിട്ടുള്ള ആരോപണമാണ്. ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. തൊഴിലാളിയെക്കുറിച്ചുള്ള ഒരു ആരോപണം, ഒരു മേധാവി ഒന്ന് ആലോചിക്കണം, ഒരു വീട്ടിന്റെ നാഥൻ തന്നെ വീടിന്റെ പുറപ്പുറത്ത് കയറി നിന്ന് നമുക്ക് അതിന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ശ്രീ എളമരം കരീം എം പി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എളമരം കരീം, KSRTC MDയുടെ ഇന്ന് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ജീവനക്കാർ ഉയർത്തുകയാണ്. പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇനി സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കാണുന്നത്? തന്റെ സംവിധാനത്തിനുള്ളിലെ ക്രമക്കേടുകളെ കുറിച്ച് ഒരു MD പറയുന്നത് വലിയ തെറ്റാണോ? അതായത് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് ബാലിശമായ നിലയിൽ പ്രതികരിക്കുന്നത് ഉചിതമല്ല. KSRTC ജീവനക്കാരെ സംബന്ധിച്ച് മാനേജിംഗ് ഡയറക്ടർക്കോ മാനേജ്മെന്റിനോ പരാതികളുണ്ടെങ്കിൽ നിയമാനുസൃതം നടപടികൾ സ്വീകരിച്ച് തിരുത്തലുകൾ വരുത്തുകയാണ് ഉത്തരവാദപ്പെട്ടവർ ചെയ്യേണ്ടത്. അതിന് പകരം തെരുവ് പ്രസംഗം നടത്തുന്നത് പോലെ എല്ലാവരും മോശക്കാരാണ്, കള്ളന്മാരാണ് എന്ന നിലയിൽ ഒരു ആക്ഷേപം പരസ്യമായി ഉന്നയിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. KSRTCയെ സംരക്ഷിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് KSRTC ജീവനക്കാർ. KSRTC 2011 മുതൽ 16 വരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് അതിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മാത്രമല്ല, കഴിഞ്ഞ നാല് വർഷത്തോളമായി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം പോലും നടന്നിട്ടില്ല. ഇപ്പോഴാണ് ശമ്പള പരിഷ്കരണം നടത്താമെന്ന് ഗവൺമെന്റ് പറഞ്ഞത്. 1500 രൂപ ഇടക്കാലാശ്വാസം അനുവദിച്ചത്. ഈ സാഹചര്യങ്ങളിലെല്ലാം കോർപ്പറേഷനുമായി സഹകരിച്ച് ജോലി ചെയ്യുന്നവരാണ് ജീവനക്കാർ. അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവനക്കാരുടെ സഹകരണം ഉപയോഗപ്പെടുത്തുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ തൊഴിലാളികളാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം, അവരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നത്. ശ്രീ എളമരം കരീം, ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു വിഭാഗം ജീവനക്കാർ അങ്ങനെ ചെയ്യുന്നു, ഡീസൽ ഊറ്റി വിൽക്കുന്നവരുണ്ട്, മറ്റ് ചില ക്രമക്കേടുകൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 10% താഴെയാണ് ഇത്തരം ആളുകളെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം KSRTC വലിയ നഷ്ടത്തിലാണ്. സർക്കാർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന സഹായധനത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത് തന്നെ. അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിനെ നേരെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യമുണ്ടാവുമല്ലോ. അതിനുള്ളിലെ പ്രശ്നങ്ങൾ അവർ പുറത്തു കാട്ടുമ്പോൾ അതിനെ സംഘടിതമായി അതിനെതിരെ രംഗത്ത് വന്ന് പ്രതിഷേധിക്കും, അവരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാക്കുമെന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? അല്ല, ഈ മോഷണം നടത്തുകയോ നിരുത്തരവാദിത്വത്തോടെ പെരുമാറുകയോ ചെയ്യുന്നവരുടെ പേരിൽ നിയമാനുസൃതം നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അത്തരം നടപടികളെ ആരും എതിർക്കില്ല, ഒരു ട്രേഡ് യൂണിയൻ എതിർത്തിട്ടുമില്ല. അതിന് പകരം ഇതുപോലെ പരസ്യ പ്രസ്താവനകൾ നടത്തി തൊഴിലാളികളെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ആക്ഷേപവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുന്നത്. മോഷണം നടത്തുന്നവരുടെ പേരിൽ കുറ്റപത്രം കൊടുത്ത് നടപടി സ്വീകരിക്കട്ടെ, അതിനെ ഞങ്ങൾ അനുകൂലിക്കുകയുള്ളൂ. സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും തൊഴിലാളികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ആരും മോഷണം നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് സേവന മേഖലയിലെ തൊഴിലാളികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് എന്ന് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് CITU. ഇന്ന് ഏതെങ്കിലും നടപടിക്കെതിരെ തൊഴിലാളികൾ പ്രതിഷേധിച്ചെന്ന് പറയാൻ പറ്റില്ല. നടപടി ആവശ്യമാണെങ്കിൽ അത് മാനേജ്മെന്റ് നിയമാനുസൃതം സ്വീകരിക്കട്ടെ. ഇത് തൊഴിലാളികളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കുഴപ്പം മുഴുവൻ തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് അനുചിതമാണ്. മോട്ടോർ വ്യവസായം ആകെ പ്രതിസന്ധിയിലാണ്. കോർപ്പറേഷൻ മാത്രമല്ല, സ്വകാര്യ ബസ് വ്യവസായം വലിയ തകർച്ചയിലല്ലേ. 49,000 സ്വകാര്യ ബസ്സുകളോട് ഇന്ന് സംസ്ഥാനത്ത് നിന്ന് 10,000 താഴെ ബസ്സുകളെ കൊടുത്തുള്ളൂ. അത് വ്യവസായത്തിന്റെ പ്രതിസന്ധിയാണ്. അതിന് ആക്കം കൂട്ടുന്ന വിധത്തിൽ ഏതെങ്കിലും ഓഫീസറോ ജീവനക്കാരനോ പെരുമാറുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടെ അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഇതുപോലെ പ്രസംഗിച്ചു പോകുന്നത് ഉചിതമായ നടപടിയല്ല, നിരുത്തരവാദപരമാണ്. ശരി, വളരെ നന്ദി ശ്രീ എളമരം കരീം MP ഞങ്ങളോട് സഹകരിച്ചതിന്. നിരുത്തരവാദപരമായ സമീപനമാണ് MDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. സമാനമായ കാര്യങ്ങളാണ് ജീവനക്കാരും പങ്കുവയ്ക്കുന്നത്. എല്ലാവരെയും കുറ്റക്കാരാക്കുന്ന തരത്തിൽ, എല്ലാവരെയും കള്ളന്മാരാക്കുന്ന തരത്തിലാണ് പ്രതികരണം ഉണ്ടായതെന്ന് പറയുന്നു. അവിടെ നിന്ന് SS ശരൺ വീണ്ടും ചേരുകയാണ്. ശരൺ, ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പ്രതിഷേധത്തിന് ഇവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജോലി തടസ്സം വരുത്താതെയുള്ള പ്രതിഷേധങ്ങളാണോ നടക്കുന്നത്? ഈ സംസ്ഥാന വ്യാപകമായി തിങ്കളാഴ്ച പറഞ്ഞിട്ടുള്ള പ്രതിഷേധവും അങ്ങനെയായിരിക്കുമോ? മാപ്പ് പറയുന്നത് വരെ
പിന്നോട്ടില്ല എന്നൊരു നിലപാടുണ്ടോ? എല്ലാ യൂണിയനുകളും ഒറ്റക്കെട്ടാണോ ഇതിൽ? തീർച്ചയായിട്ടും MD ബിജു പ്രഭാകരന്റെ വെളിപ്പെടുത്തലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. INTUC ആണ് തിങ്കളാഴ്ച അത്തരത്തിൽ ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും അത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ്ടും മാപ്പ് പറയാത്തൊരു സമീപനം MD ബിജു പ്രഭാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് INTUC പ്രവർത്തകർ നൽകുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വിഭാഗങ്ങളെ അങ്ങനെയാക്കി കണക്കാക്കി അത് വാർത്താ സമ്മേളനത്തിലൂടെ അവതരിപ്പിക്കുക ആണ് ഇപ്പോൾ ബിജു പ്രഭാകർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, രാവിലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആദ്യം തന്നെ KSRTCയിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനുശേഷമാണ് വലിയ വിമർശനം ട്രേഡ് യൂണിയനുകൾക്കെതിരെ, ഇതോടൊപ്പം തന്നെ ഒരു വിഭാഗം ജീവനക്കാർക്കെതിരെയും ഉന്നയിച്ചിരുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന കാര്യം 10% ജീവനക്കാരെങ്കിലും ഡീസൽ വെട്ടിപ്പും ഒപ്പം തന്നെ ടിക്കറ്റ് വെട്ടിപ്പും നടത്തുന്നു എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. KSRTCയെ അടച്ചാക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ KSRTCയിലെ മുഴുവൻ ജീവനക്കാരെയും അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിജു പ്രഭാകർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം മാപ്പ് പറയണത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ INTUC നൽകുന്ന വ്യക്തമാക്കുന്നത്. ശരി, ഏതായാലും വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ INTUCയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. SS ശരണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.